ഇന്ന് അന്താരാഷ്ട്ര ഡിസബിലിറ്റി ദിനമായി ആചരിക്കുന്ന ദിവസമാണ് ഡിസംബർ 3. അപ്പോൾ ഈ ദിവസം നമ്മൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇന്ന് നദീം ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഡിസബിലിറ്റിയുള്ള മനുഷ്യർക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വിവിധ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. തണലിലാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. തണലിൻ്റെ ലേണിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ് വിഭാഗത്തിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ ഒരു ദിനത്തിൻ്റെ ഒരു സങ്കല്പം എന്താണ് അന്താരാഷ്ട്ര തലത്തിൽ? യഥാർത്ഥത്തിൽ ഡിസബിലിറ്റി ഡേ എന്നുള്ളത് ലോകത്തിൽ കൂടുതൽ മീൻസ് ആചരിക്കാൻ അല്ലെങ്കിൽ അനുഷ്ഠിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിട്ടുള്ളത് ഒരു 90 ആണ്ടുകൾക്ക് ശേഷമാണ്. അതായത് ഡിസബിലിറ്റിയെ കുറിച്ചിട്ടുള്ള കൂടുതൽ പഠനങ്ങളും അന്വേഷണങ്ങളൊക്കെ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ലോകത്തിൽ ഇതിൻ്റെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതിലേക്കാണ് ഈ ഒരു ഡിസബിലിറ്റി ഡേ എന്നാണ് ലോകത്തിൽ ആചരിച്ചു വരുന്നത്. പ്രധാനമായിട്ടും ഡിസേബിൾഡ് ആയിട്ടുള്ള വ്യക്തികളുടെ സാമൂഹ്യപരമായിട്ടുള്ള ഉൾച്ചേരൽ, ഡിസേബിൾഡ് വ്യക്തികൾക്കുള്ള അന്തസ്സും അഭിമാനവുമുള്ള ജീവിതം ഉണ്ടായിത്തീരുക, ഒരു ബാരിയർ ഫ്രീ ആയിട്ടുള്ള ഒരു എൻവയറമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക, ഇതൊക്കെയാണ് ഇതിൽ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത്. ഈ ഒരു ദിനത്തിൽ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് അന്തസ്സും അഭിമാനമുള്ള ഒരു സമൂഹത്തിൽ ഡിസേബിൾഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് കൃത്യമായിട്ടുള്ള പൊസിഷൻ ഉണ്ട് എന്നുള്ളതാണ് കൂടുതൽ ഇതിൽ പ്രൊമോട്ട് ചെയ്യുന്നത്. UN ആണോ അത്? UN ആണ് ചെയ്തത്. സാധാരണ UN എല്ലാ സമയത്തും ഓരോ വർഷവും ഒരു തീമായിട്ടാണ് പല ദിനങ്ങളും ആചരിക്കാറ്. അപ്പം അങ്ങനെ ഈ ഡിസബിലിറ്റി ദിനത്തിൽ അവരെന്തെങ്കിലും തീം ഇത്തവണ പ്രഖ്യാപിച്ചായിട്ട്? തീർച്ചയായിട്ടും ഈ വർഷം പ്രധാനമായിട്ട് എന്താണ്, ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള വ്യക്തികളെയും പരമാവധി ഉൾച്ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് സൊസൈറ്റിയുടെ ഒരു പ്രോഗ്രസ് തന്നെയാണ് ഉണ്ടാകുക എന്നുള്ളതാണ് ഈ വർഷത്തെ പ്രധാനമായിട്ട് തീം ഫോക്കസ് ചെയ്യുന്നത്. അത് ഡിസേബിലിറ്റി വ്യക്തികൾ അല്ലെങ്കിൽ ഡിസേബിലിറ്റി സമൂഹം എന്നുള്ളത് മാറ്റി നിർത്തിക്കൊണ്ടല്ല, മറിച്ച് ഡിസേബിൾഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് കൂടിയുള്ള ഇടം എന്നുള്ള ഒരു സാധനത്തിൽ മുന്നോട്ട് പോകുന്ന സമയത്താണ് സൊസൈറ്റിയുടെ ഒരു പ്രോഗ്രഷൻ ഉണ്ടാകുക അല്ലെങ്കിൽ ഒരു പുരോഗതി ഉണ്ടാകുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ വർഷവും വ്യത്യസ്ത തരത്തിലുള്ള തീമുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ് അഡ്രസ്സ് ചെയ്യാറുള്ളത്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ അഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനം ഇൻക്ലൂഷൻ എന്നുള്ളൊരു സാധനമാണ്. ഉൾച്ചേരുക എന്നുള്ളൊരു സാധനം. എല്ലാ മനുഷ്യന്മാർക്കും വിഭവങ്ങൾ ഒരുപോലെ അനുഭവിക്കാൻ കഴിയുക, നുകരാൻ കഴിയുക, ആസ്വദിക്കാൻ കഴിയുന്നുള്ള തരത്തിലാണ് പുതിയ തീമുകളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഡിസേബിൾഡ് വ്യക്തികളുടെ ലീഡർഷിപ്പ്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. മറ്റൊന്ന് ആക്സസബിലിറ്റിയായി ബന്ധപ്പെട്ട സാധനത്തിൽ നമുക്കറിയാം, അതെ വിഭവങ്ങളിലേക്കുള്ള ആക്സസബിലിറ്റി. ഇപ്പോൾ സാധാരണ ഡിസബിലിറ്റിയെക്കുറിച്ച് പറയുന്ന സമയത്ത് ഒന്ന് ശരീരം കൊണ്ടോ അല്ലെങ്കിൽ ബുദ്ധി കൊണ്ടോ മാനസികമായിട്ടോ പരിമിതികൾ അനുഭവിക്കുന്നത് ഒരു പ്രധാനമായിട്ട് കാണാൻ കഴിയും. ആ പരിമിതി ഉള്ളത് കൊണ്ട് തന്നെ പ്രവർത്തനങ്ങളിലും പരിമിതികൾ ധാരാളമായിട്ട് കാണാൻ കഴിയുകയും ചെയ്യും. ആ പ്രവർത്തനങ്ങൾ പരിമിതി ഉള്ളത് കൊണ്ട് തന്നെ സോഷ്യൽ എൻഗേജ്മെൻറ്റിൽ അല്ലെങ്കിൽ പങ്കാളിത്തത്തിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ഒരു പാർട്ടിസിപ്പേറ്ററി ഒരു ലൈഫാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത്. കലർന്ന് ജീവിക്കുക, എല്ലാവർക്കും വിഭവങ്ങളൊക്കെ എളുപ്പം ആസ്വദിക്കാൻ കഴിയുക എന്നുള്ളത്. ഒരു പങ്കാളിത്തത്തിൽ കുറേ മനുഷ്യന്മാർ മറയത്തായി പോവുക എന്നുള്ളത് അതിഭീകരമായൊരവസ്ഥയാണ് സാധനം. സത്യത്തിൽ ഇവിടെ നടക്കുന്നത് അത് തന്നെയാണ്, പങ്കാളിത്തമില്ല എന്നുള്ളൊരു സാധനം. അതുകൊണ്ട് തന്നെ ഡിസബിലിറ്റിയെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് കേവലം മുമ്പൊക്കെ ഒരു മെഡിക്കലായിരുന്നു സാധനം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതായത് ലിമിറ്റേഷൻസുകൾ, അതായത് ഡെയിലി ആക്ടിവിറ്റീസിൽ റെസ്ട്രിക്ഷൻസുകളെ പരിഹരിക്കുക എന്നുള്ളൊരു സാധനമായിരുന്നു. ഇപ്പം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിർമ്മിതികളാൽ വിവേചനം നേരിടുന്ന മനുഷ്യരാണ് ഡിസേബിൾഡ് വ്യക്തികൾ എന്നുള്ള സാധനം. ഡിസേബിൾഡ് ആയുള്ള വ്യക്തികൾ നിർമ്മിതികളാൽ വിവേചനം നേരിടുകയാണ്. അപ്പോൾ ആരാണ് നിർമ്മിക്കപ്പെടുന്ന ആൾക്കാർ? അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ വരും, ഹൂസ് എ ഡിസൈനർ? അപ്പോൾ ഈ സിസ്റ്റം അല്ലെങ്കിൽ ഈ ഒരു സമൂഹം ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത് ഒരു പക്ഷേ ഡിസേബിൾഡ് ആയിട്ടുള്ള വ്യക്തികൾ അതിൽ ഭാഗവാക്കായിരിക്കൂല. അപ്പോൾ അവരുടെ താല്പര്യങ്ങളോ തീരുമാനങ്ങളോ സജഷൻസുകളോ റെക്കമെൻഡേഷൻസുകളോ ഉൾക്കൊള്ളാതായിരിക്കും ഇതൊക്കെ ഡിസൈൻ ചെയ്യുന്നുണ്ടാകുക. അപ്പോൾ അവിടെ തന്നെയാണ് ഇതിൻ്റെ ഒരു ചലഞ്ചസ് എന്ന് പറയുന്നത്. അപ്പോൾ നിർമ്മിതികളാൽ വിവേചനം നേരിടുന്ന ഒരു വിഭാഗം തന്നെയാണ്. ഇതിൻ്റെ സോഷ്യൽ കൺസ്ട്രക്ഷൻ കൂടിയാണ്, സാമൂഹ്യ നിർമ്മിതിയാണ് ഡിസേബിലിറ്റി എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആപ്റ്റായിട്ടുള്ള ഒരു നിർവചനം ഡിസബിലിറ്റി കമ്മ്യൂണിറ്റിയായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇന്ത്യയിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏത് മനുഷ്യരെയും അവരുടെ വെൽഫെയറും അതുപോലെ അവരുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുകയോ അല്ലെങ്കിൽ അതിൽ
ഇടം കണ്ടെത്തുകയൊക്കെ ചെയ്യണമെങ്കിൽ നിയമങ്ങൾ വളരെ അത്യാവശ്യമാണ്. ഇന്ത്യയിലിപ്പോൾ അങ്ങനെ ഇതായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങളുടെ ഒരു അവസ്ഥ എന്താണ്? നിയമങ്ങൾ വളരെ ഗൗരവമായിട്ട് കാണുന്നുണ്ടോ? ഗൗരവമായിട്ട് 95 ഒരു PWD ആക്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു PWD ആക്ട് എന്നുള്ളത്, പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി ആക്ട് എന്ന് പറയുന്നത്. അതിനു മുമ്പ് കുറച്ച് ആക്ടുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നാഷണൽ ട്രസ്റ്റ് ആക്ട്, അതുപോലെ തന്നെ RCA റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ കുറേ വ്യത്യസ്ത ആക്ടുകളൊക്കെ വന്നിട്ടുണ്ട്. ഡിസബിലിറ്റി കമ്മ്യൂണിറ്റിയായി ബന്ധപ്പെട്ടിട്ടുള്ള ഇടപെടലിന് വേണ്ടിയിട്ടുള്ള വ്യത്യസ്ത ആക്ടുകളൊക്കെ വന്നു. മെൻ്റൽ ഹെൽത്ത് ആക്ടൊക്കെ ഒരുപക്ഷെ അവരോടൊക്കെ കണക്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റാവുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഈ PWD ആക്ട് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു 7 കാറ്റഗറി മാത്രമായിരുന്നു പ്രധാനമായിട്ടുള്ളൊരു ഡിസബിലിറ്റി. ടിപ്പിക്കലി നമുക്ക് പറയാൻ പറ്റാവുന്ന കാഴ്ച പരിമിതി, കേൾവി പരിമിതി, ബുദ്ധി പരിമിതി, അത്തരം ഏരിയകളൊക്കെയാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ബഹുവിധങ്ങളായിട്ടുള്ള ഡിസബിലിറ്റി ഉള്ള മനുഷ്യന്മാർ, ഇതൊക്കെയാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെ 7ഓളം ഏരിയകൾ. പക്ഷേ ഒരു UNCRPD, അതായത് യുണൈറ്റഡ് നാഷൻസിൻ്റെ എന്താ പറയുക സമ്മേളനങ്ങളും ഇരുത്തങ്ങളൊക്കെ നടന്നതിന് ശേഷമാണ് ലോകത്തിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ആലോചനകളും അന്വേഷണങ്ങളൊക്കെ കൂടുതൽ നടന്നിട്ടുള്ളത്, സജീവമായി നടന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനം എന്നോളം തന്നെയായിരിക്കും ഇന്ത്യയിൽ 2016 RPWD ആക്ട് കൂടുതൽ സജീവമായിട്ട് മുന്നോട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് 7 നിന്ന് 21 ഡിസബിലിറ്റി കുറച്ചും കൂടി വിപുലപ്പെടുത്തി എന്നുള്ളത് തന്നെയാണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് ഒരു അംബ്രലാൻ്റെ ഉള്ളിൽ വരുന്ന പല മനുഷ്യന്മാർ, അതിൻ്റെ പല ഹെറ്ററോജനസ് കമ്മ്യൂണിറ്റീസിനെയും കൂടി അതിൽ ഉൾച്ചേർത്തി എന്നുള്ളത് തന്നെയാണ് അതിലൊരു പ്രധാനപ്പെട്ട. ഏതൊക്കെ ഡിസബിലിറ്റി ആയിട്ട് ഏതിനൊക്കെ കാണണം. അപ്പോൾ നേരത്തെ എനിക്ക് കുറേയൊക്കെ ഫിസിക്കൽ ആൻഡ് ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റിയൊക്കെ നേരത്തെ ഫോക്കസ് ചെയ്തിട്ടുണ്ടാകാം. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ളതിൽ വരുന്നുണ്ട്, സെൻസറി റിലേറ്റഡ് ആയിട്ടുള്ള സാധനം വരുന്നുണ്ട്. അങ്ങനെ പലതരം കാറ്റഗറീസിലും കൂടി എന്താകുന്നുണ്ട് ഈ ഒരു RPWD ആക്ടോടുകൂടി ഉൾച്ചേർത്തിട്ടുള്ളതാണ്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ അവസര സമത്വവും പങ്കാളിത്തവും ഉണ്ടാക്കി തീർക്കുക എന്നുള്ളതും കൂടിയാണ് ഈ ഒരു RPWD ആക്ട് പ്രധാനമായിട്ടും മുന്നോട്ട് പോകുന്നൊരു സാധനം. അപ്പോൾ നമ്മളൊക്കെ അവിടെ ആഗ്രഹിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അന്തസ്സോടുകൂടി ഭൂമിയിൽ ജീവിക്കുക അല്ലെങ്കിൽ ഇടപെടാൻ കഴിയുക എന്നുള്ളൊരു സാധനം. അതിനെന്താ പറയുക, ഒരു 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 ബലം കൊടുക്കുന്ന, ഉറപ്പ് കൊടുക്കുന്ന തരത്തിലാണ് നമ്മളെ നിയമങ്ങളൊക്കെ മുന്നോട്ട്. പക്ഷെ ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്, ആ ആക്ട് 2016 പാസ്സായിട്ടുള്ളത്. ആ 2016 മുതൽ ഇപ്പോൾ 2025 വരെ ഒക്കെ 9 വർഷത്തോളമായില്ലേ, എവിടെ എത്തി എന്നുള്ളതൊരു ക്വസ്റ്റ്യനാണ്. എത്രത്തോളം അത് ഇംപ്ലിമെൻറ്റ് ചെയ്തെന്നുള്ളത് സാധനം എന്നുള്ളത്. അവിടെയാണ് ഇതിൻ്റെ ഒരു ഭീകരാവസ്ഥ ഉണ്ടാകുന്നത് സാധനം. ഒരു പക്ഷേ വളരെ ആശ്വാസകരമായിട്ടും അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റിയായിട്ട് ചേർന്ന് നിൽക്കുന്ന ഫാമിലി അല്ലെങ്കിൽ സിസ്റ്റം വിഭാഗങ്ങൾ, അവരൊക്കെ വലിയൊരു സന്തോഷത്തോടുകൂടി സ്വീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു ആക്ടും കൂടി തന്നെയായിരുന്നു. പക്ഷേ എത്രത്തോളം എന്താ പറയുക, അതിൻ്റെ ഒരു ഔട്ട്കം ആ ഒരു സിസ്റ്റത്തിൽ, സൊസൈറ്റിയിൽ, എസ്പെഷ്യലി ഈ മനുഷ്യന്മാർക്ക് എത്രത്തോളം എത്തിച്ചേർന്നിട്ടുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ്. ഈ ഞാനെപ്പോഴും ശ്രദ്ധിച്ച എൻ്റെ ഒരു ആലോചനയിൽ വന്നിട്ടുള്ളൊരു കാര്യമാണ്, പ്രത്യേകിച്ച് ഒരു മാധ്യമപ്രവർത്തന എന്ന രീതിയിൽ നമ്മൾ വാർത്തകൾ എഴുതേണ്ടി വരികയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടായിട്ടുള്ള പ്രശ്നമാണ് ഇത്. എങ്ങനെയാണ് ഇത് അഭിസംബോധന ചെയ്യുക ഭാഷയിലൂടെ? ഇപ്പോൾ ഇപ്പോൾ മാധ്യമപ്രവർത്തനത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ പത്രത്തിലാണ് കൂടുതൽ ജോലി ചെയ്തത്. അപ്പോൾ നമ്മൾ എഴുതുന്ന വാക്കാണ് നട്ടലിലുള്ള എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാക്കുകൾ. നട്ടലില് ന്യായങ്ങളെ കുറിച്ച് ഉണർന്ന ന്യായം. അതേപോലെ ഈ ഡിസബിലിറ്റിയെ നമ്മളിങ്ങനെ വിളിക്കുക, എന്ത് പേരിട്ട് വിളിക്കും? പണ്ടൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ വികലാംഗർ എന്നാണ്. ഇപ്പോൾ വികലാംഗ സമിതികൾ അല്ലെങ്കിൽ വികലാംഗ അസോസിയേഷൻ തന്നെ വികലാംഗ അസോസിയേഷനായിട്ടാണ് അന്ന് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ രീതിയിലൊക്കെയാണ് വാക്കുകളാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഈ ഡിസബിലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് ഭാഷയിലൊരു പ്രോബ്ലം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഞാനതൊരു എന്താ പറയുക, ഒരു പഠന പ്രക്രിയ കൂടി ഭാഗമായിട്ടാണ് ഞാൻ പറയാൻ ശ്രമിക്കാം. ഇതിൻ്റെ എന്നെക്കാളും അറിയുന്ന ഒരുപാട് മനുഷ്യന്മാർ ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന മനുഷ്യന്മാരുണ്ട്. തീർച്ചയായിട്ടും ഞാൻ പറയാൻ പോകുന്നതും എൻ്റെ ഒക്കെ ഒരു സുഹൃത്തായിട്ടുള്ളൊരു ശബരിയും അത്തരം കുറേ മനുഷ്യന്മാരൊക്കെ ആയിട്ടുള്ള ഇടപെടലിലും അവർ സൊസൈറ്റിയിൽ കൊണ്ടുപോയിട്ടുള്ള ഡിസ്കോഴ്സിൻ്റെ ഭാഗമായിട്ടൊക്കെ ഒരുപാട് ചർച്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അവർ കുറച്ചും കൂടി എന്താ പറയുക, ഡിസബിലിറ്റിൻ്റെ ഒരു ഗ്ലോബൽ മോഡൽ എങ്ങനെയാണ് ഡിസബിലിറ്റി സ്റ്റഡീസിനൊക്കെ കാണുന്നതൊക്കെ അന്വേഷിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കൂട്ടത്തിൽ തന്നെയാണ്. ഒരുപക്ഷെ ബാബുട്ടൻ പറഞ്ഞ പ്രകാരം മുമ്പ് പൊട്ടൻ അല്ലെങ്കിൽ മുടന്തെന്നൊക്കെ പറയുന്ന ഒരു സാധനമായിരുന്നു. അവിടുന്ന് കുറേ മുന്നോട്ട് പോയിട്ട് പിന്നെ നമ്മൾ അംഗപരിമിതർ അല്ലെങ്കിൽ വൈകല്യം എന്നുള്ള ആളുകളൊക്കെ
പക്ഷെ ഒരു അപകർഷതാബോധം ഉള്ളത് കൊണ്ടായിരിക്കും നമ്മൾ അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടില്ല. പക്ഷെ അവിടെയും നമ്മൾ എന്താ പറയുക, ഒരു ശരീരത്തിൽ അംഗത്തിനൊരു പരിമിതി ഉണ്ടാകുന്നുള്ളൊരു സാധനം, അതും നമ്മുടെ ഉള്ളിലുണ്ടാകുന്നൊരു തോട്ട്സ് തന്നെയാണ്. ഒരു അംഗത്തിന് എന്താ പറയുക, ഒരു ബലഹീനത കുറവുണ്ടാകുന്നുള്ള, അല്ലെങ്കിൽ പൂർണ്ണതയില്ല എന്നുള്ളൊരു സാധനം കൂടിയാണ് ഒരു സങ്കല്പം. അതെ അതെ വെക്കുന്നുണ്ട് ഒരു സാധനം എന്നുള്ളത്. പിന്നെ നമ്മൾ അതിൽ നിന്നൊക്കെ കുറെ മുന്നോട്ട് പോയ സമയത്ത് ഹാൻഡിക്യാപ്ഡ്, ഡിഫറെൻ്റ്ലി ഏബിൾഡ് പീപ്പിൾ വിത്ത് ഡിറ്റർമിനേഷൻ എന്നൊക്കെ നമ്മളൊക്കെ പറയുന്നുണ്ട്. ദിവ്യാംഗർ എന്നൊക്കെ ഏറ്റവും ഒടുവിലായിട്ടൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ളൊരു സാധനമൊക്കെ ആയിട്ട്. ഒരുപക്ഷെ ഈ ഒരു ഈ ഡിസബിലിറ്റി കമ്മ്യൂണിറ്റി അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ആപ്റ്റായിട്ടുള്ള വേർഡ് ഡിസബിലിറ്റി തന്നെയാണ്. മലയാളത്തിന് അതിന് പരിമിതികൾ ഉണ്ട് എന്നുള്ളതാണ്. ആവശ്യമില്ല എന്നുള്ളൊരു സാധനം. ഇപ്പോൾ ആവട്ടെ, നമ്മളിപ്പോൾ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് നമ്മൾ ക്രിക്കറ്റ് തന്നെയല്ല പറയുള്ളൂ. ക്രിക്കറ്റിൽ നമ്മളൊരാൾ ബാറ്റ് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ മറ്റൊരാൾ ഒരു സാധനം പിടിക്കുന്ന സമയത്ത് നമ്മൾ ക്യാച്ച് എന്നല്ല പറയുള്ളൂ. വീട്ടിൽ പാത്രങ്ങൾ, നമ്മൾ പാത്രം പൊതുവെ എന്താ പറയുക, അതിനെ സ്വീകരിക്കുന്ന തരത്തിൽ പാത്രങ്ങൾ പറയാറുണ്ട്. ഗ്ലാസ് തന്നെ പറയാം, പ്ലേറ്റ് തന്നെയല്ല, നമ്മൾ സ്പൂൺ എന്നൊക്കെ തന്നെയല്ല പറയാം. എനിക്ക് തോന്നുന്നത് ഭാഷേൻ്റെ സാധനത്തിന് നമുക്ക് പറയുകയാണെങ്കിൽ ഈ ഭാഷയിൽ ഈ മനുഷ്യന്മാരുടെ അവസ്ഥയെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്ന് കൂടിയായിരിക്കും ചിലപ്പോൾ അവിടെ ഉണ്ടാകുന്നൊരു സാധനം. ഒരു ഭാഷ ഒരു സംസ്കാരം കൂടിയാണല്ലോ. അപ്പോൾ ഏറ്റവും എന്താ പറയുക, കീഴ്ത്തട്ടിൽ നിൽക്കുന്ന, മറഞ്ഞിരിക്കുന്ന, പിന്നോക്കം നിൽക്കുന്ന മനുഷ്യന്മാരെ കൂടി അഡ്രസ്സ് ചെയ്യാൻ നമ്മുടെ ഭാഷ കഴിഞ്ഞിട്ടില്ല എന്ന് കൂടി പരിമിതിയാണ്. ശരിക്കും ഒരു ഭാഷ ഒരു ഒഫൻസാണ്. അതായത് ഒരു ഡിസേബിൾഡ് ആയ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ നിത്യജീവിതത്തിൽ കേൾക്കുന്ന പല പ്രയോഗങ്ങളും അയാളുടെ മുന്നിലൊരു ഒഫൻസാണ്. നട്ടലുള്ള, നേരത്തെ ഞാൻ പറഞ്ഞ നട്ടലുള്ള മാധ്യമ പ്രവർത്തനം പറയുമ്പോൾ മുടന്ന ന്യായം എന്ന് പറയുമ്പോൾ ഇതിപ്പോ നമ്മളെടുത്ത് പോലും അറിയാതെ എന്താ പറയാൻ പറ്റും, നമ്മൾ അതിന്റെ അകത്ത് ജീവിക്കുന്ന മനുഷ്യന്മാരായതുകൊണ്ട് നമ്മുടെ കൾച്ചറിലും നമ്മുടെ ശീലത്തിന്റെ ഭാഗമായിട്ടൊക്കെ അത് പലപ്പോഴും വന്നും പോയൊക്കെ കളിക്കാറുണ്ട്. ഇതിനൊരു മാറ്റം ഉണ്ടാകണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺലേണിംഗ് തീർച്ചയായിട്ടും ഈ മേഖലയിലെ ആവശ്യമാണ്. ഡെഫിനറ്റ്ലി. പിന്നെ ഡീപ്പായിട്ട് എന്താ പറയുക, എന്താണ് ഡിസബിലിറ്റി കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഡിസേബിൾഡ് വ്യക്തികൾ എന്നുള്ളൊരു സാധനം നമ്മൾ ആഴത്തിൽ അറിയാനും ഇൻട്രാക്ട് ചെയ്യാനും നമ്മൾ ബോധപൂർവ്വം ശ്രമിക്കുക എന്നുള്ളൊരു സാധനം തന്നെയായിരിക്കും. പക്ഷെ അതിന് ഏറ്റവും എന്താ പറയുക, ഏറ്റവും നമ്മുടെ എന്താ പറയുക, ഇന്ത്യ പോലുള്ള രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ പോലുള്ള ഒരു ആധുനിക സമൂഹത്തിൽ ഏറ്റവും ഗുണകരമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമപരമായിട്ട് അതിനെ കർക്കശത്തോടു കൂടി ഇംപ്ലിമെൻറ്റ് ചെയ്യാന്നുള്ളൊരു സാധനം തന്നെ. ഇപ്പോൾ നമ്മളൊക്കെ സംസാരിക്കണം ഭ്രൂണഹത്യ എന്നുള്ളൊരു സാധനം, ഭ്രൂണഹത്യ നമ്മൾ നിയമപരമായിട്ട് തന്നെയല്ല അഡ്രസ്സ് ചെയ്തിട്ടുള്ളത്. സ്ത്രീകൾക്കുള്ള റിസർവേഷൻസുകൾ ഏത് പഞ്ചായത്ത് ഇലക്ഷനിലും ഈ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇലക്ഷൻ, അത് പൂർണ്ണമായിട്ടും നമ്മൾ നിയമപരമായിട്ടില്ല. അപ്പോൾ നിയമത്തിൻ്റെ കർക്കശ്യം വളരെ നിർബന്ധമായിട്ട് കൊണ്ടുവരികയാണെങ്കിൽ, അതിനെ കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്യുകയാണെങ്കിൽ, അതിന് കൃത്യമായിട്ട് എന്താ പറയുക സൂപ്പർവിഷൻ കൊടുക്കുകയാണെങ്കിൽ, ഇതിന് കുറച്ചും കൂടി എന്താ പറയുക ഡിഗ്നിഫൈഡ് ആയിട്ട് തന്നെ ഈ ഒരു മേഖലയെ നമുക്ക് മുന്നോട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇത് നോക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മളൊരു സമൂഹത്തിൽ ഒരു മനുഷ്യൻ്റെ വാല്യൂ കണക്കാക്കുന്നത് അയാൾ എത്രമാത്രം സമൂഹത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഒരു പ്രൊഡക്റ്റീവ് ആവുമോ, അതാണ് നമ്മളെല്ലായ്പ്പോഴും ഒരു പ്രൊഡക്ടിവിറ്റിയെ കുറിച്ചാണ് നമ്മളെല്ലായ്പ്പോഴും സംസാരിക്കുക. ഒരാൾക്ക് പ്രൊഡക്റ്റീവ് ആണെങ്കിൽ അയാൾക്ക് കൂടുതൽ അയാൾക്കൊരു ഉൾക്കൊള്ളാൻ സാധിക്കും. അയാളെ അൺപ്രൊഡക്റ്റീവായിട്ടുള്ള ആളുകളെ പ്രയാസമായിരിക്കുള്ളൂ അല്ലേ? അങ്ങനെയാണ് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിസബിലിറ്റി ഉള്ള ആളുകളെ കുറിച്ചുള്ള സങ്കല്പം. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് മറ്റേ ഒരു ക്ഷേമം നല്ല രീതിയിൽ ഡിസബിലിറ്റിക്ക് അവരെ കാര്യങ്ങളൊക്കെ വൃത്തിയായി ചെയ്തു കൊടുക്കുക, അല്പം സുഖകരമാക്കുക. ഇതിനപ്പുറത്തേക്ക് ഡിസബിലിറ്റി ഉള്ള മനുഷ്യരുടെ പ്രശ്നങ്ങൾ വേറെ ഇതിൽ നോക്കി കാണേണ്ടതുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു രാഷ്ട്രീയം, എന്താണ് അതിൻ്റെ? സത്യത്തിൽ ഇതൊരു പൂർണ്ണത അപൂർണത എന്നുള്ളൊരു ഒരു സാധനം നടക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഡിസബിലിറ്റി വ്യക്തി നിലവിലൊരു ഇക്കോസിസ്റ്റമായിട്ട് എൻഗേജ് ചെയ്യുന്നതിലാണ് ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു വരുന്നു, ഹൂ ഇസ് എ ഡിസൈനർ? ആരാണ് ഡിസൈൻ ചെയ്യുന്ന മനുഷ്യന്മാർ? അപ്പോൾ ഒരു ഏബിൾ ബോഡി ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് നിലവിലുള്ള നമ്മുടെ എല്ലാ സിസ്റ്റത്തെയും ഡിസൈൻ ചെയ്യുന്ന മനുഷ്യന്മാർ. അതിന് നിർമ്മിതികളിലാകാം, ഭാഷയിലാകാം, സംസ്കാരത്തിലാകാം, നമ്മുടെ നോളജ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിലാകാം, ഇതൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ തരത്തിലുള്ള വിവേചനങ്ങളും ആരനുഭവിക്കുന്നു? ഡിസേബിൾഡ് ആയിട്ടുള്ള വ്യക്തികൾ അനുഭവിക്കുന്നു. അതോടൊപ്പം തന്നെ എന്താ പറയുക, ഒരു പൂർണ്ണതയുള്ള ഏബിളായിട്ടുള്ള മനുഷ്യൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു സാധനം തന്നെയാണത് പെർഫെക്ഷനിസം എന്നുള്ളൊരു സാധനം. ഈ പെർഫെക്ഷനിസം എന്നുള്ളൊരു സാധനമാണ് പലപ്പോഴും എന്താക്കിയിട്ടുള്ളത് ഡിസേബിൾഡ് ആയിട്ടുള്ള വ്യക്തികളിൽ ഉൽപ്പാദനക്ഷമത ഇല്ല എന്നുള്ളതും അല്ലേ, ഒന്നും എന്താ പറയുക കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയാത്ത ഒരു വീക്കർ ബോഡി എന്നുള്ളൊരു നിലക്കാണ് പലപ്പോഴും. ഇത് ഒരുപക്ഷെ എന്താ പറയുക ഡിസേബിൾഡ് വ്യക്തികൾ മാത്രമല്ല,
നമ്മുടെ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് വോട്ടവകാശമില്ലാത്ത സമൂഹം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്താ പറയുക, പിന്നെ ദളിത് വിഭാഗങ്ങൾക്ക്, അതെ അതെ, പിന്നെ ബ്ലാക്ക് അപ്പം അത്തരം ആളുകൾക്ക് എന്താ പറയുക, ഒരു പൊതു ഇടങ്ങളിൽ എത്തിപ്പെടുവാൻ അല്ലെങ്കിൽ അവരുടെ ശബ്ദങ്ങൾക്ക് എന്താ പറയുക, പിന്നെ കേൾക്കുവാനൊന്നും ആളുകളില്ലേ, സാധനം വലിയൊരു ഘടകം തന്നെയാണ്. അപ്പോൾ ഇതേ സംഗതി തന്നെയാണ് ഡിസേബിൾഡ് വ്യക്തികളും സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ ഇവിടെ പിന്നെ ഡിസബിലിറ്റിയായി ബന്ധപ്പെട്ടിട്ടുള്ള മേഖലയിൽ ഇത്തരം ആളുകൾ ഏജൻസി എടുക്കുന്ന മനുഷ്യന്മാരെ തന്നെയാണ് ഈ സമൂഹത്തോട് കാണിച്ചിട്ടുള്ള ഒരു വിവേചനമായിട്ട് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. സത്യത്തിൽ ഡിസേബിൾഡ് ആയിട്ടുള്ള വ്യക്തികൾ കൃത്യമായിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിങ്ങിലേക്കും അതിൽ പോളിസി ഉണ്ടാക്കുന്നതിൽ കൃത്യമായിട്ടുള്ള ഒരു ഭാഗതയും ഉണ്ടാകുന്ന സമയത്താണ് ഇതിനൊക്കെ ഒരു കാതലായ മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അതോടൊപ്പം തന്നെ ഡിസേബിൾഡ് ആയിട്ടുള്ള വ്യക്തികൾ കൂടുതൽ പവർ പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ടും രാഷ്ട്രീയവൽക്കരിക്കുകയും അതിന് ചരിത്രവൽക്കരിക്കുകയും ചെയ്യുന്ന സമയത്താണ് ഡിസേബിലിറ്റി കമ്മ്യൂണിറ്റിയുടെ നിലവിലുള്ളൊരവസ്ഥയെ കൂടുതൽ ആളുകൾക്ക്, അതായത് നമ്മൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കേണ്ടുന്ന ഒരു വ്യക്തി എന്നതിന് വ്യത്യസ്തമായിട്ട് ഒരു ഡിസിഷൻ മേക്കർ എന്നുള്ള രീതിയിലേക്ക് കൂടി എങ്ങനെയാണ് ഈ വിഭാഗങ്ങൾ ഉൾക്കൊള്ളേണ്ടത് എന്നുള്ളതിന് അതെ 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 ആ തരത്തിലേക്ക് ആണ് മുന്നോട്ട് പോകേണ്ടതുള്ള സാധനം. ഞാൻ പറയുന്ന ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം, ആധുനിക സമൂഹം കുറേ മുന്നോട്ട് സഞ്ചരിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ചരിത്രത്തിൽ നോക്കുകയാണെങ്കിൽ എല്ലാ സമൂഹം, എല്ലാ വിഭാഗവും ക്ഷേമ പ്രവർത്തനങ്ങളും ചാരിറ്റി എല്ലാ സംഗതികളൊക്കെ ചെയ്യുന്നുണ്ട് സാധനം. പക്ഷേ ഇന്നും നമ്മളെന്താ പറയുക, അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുകയാണെങ്കിൽ ഈ സമൂഹത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരത എന്നാണ് ഞാൻ പറയുക സാധനം. സത്യത്തിൽ എന്താ പറയുക, ഈ മനുഷ്യന്മാർക്ക് അല്ലെങ്കിൽ ഡിസേബിൾഡ് ആയുള്ള വ്യക്തികൾക്ക് കൃത്യമായിട്ട് വേണ്ട സാധനം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് തൊഴിൽ മേഖലകളിൽ, അതായത് തൊഴിൽ മേഖലകളിൽ കൃത്യമായിട്ടുള്ളൊരു പ്രാതിനിധ്യം ഉണ്ടാകുക എന്നുള്ളത്, പ്രത്യേകിച്ച് കീ പൊസിഷൻസുകളിലൊക്കെ അവർ കൃത്യമായിട്ടുണ്ടാകും. അതുപോലെ തന്നെ പൊളിറ്റിക്കലി എന്താ പറയുക, ഡിസിഷൻ മേക്കേഴ്സായിട്ട് മാറുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി തന്നെയാണ്. അപ്പോൾ പിന്നെ ഇതൊക്കെ എന്തുകൊണ്ട് ഇത് തടയപ്പെട്ടു എന്നുള്ള സാധനം നേരത്തെ പറഞ്ഞിട്ടുള്ള ആളുകളുടെ ഒരു മനോഭാവത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് സംഗതി. അതായത് കൂടുതൽ വെല്ലുവിളിയാകും. അല്ലെങ്കിൽ ഈ സ്വീകരിക്കപ്പെടുന്ന കമ്മ്യൂണിറ്റിക്ക് എന്താ പറയുക, ഇപ്പോൾ തൊഴിൽ മേഖലയിലേക്ക് ഇത്തരം ആളുകളെ ക്ഷണിക്കുന്ന സമയത്ത് ചിലപ്പോൾ അവിടെ ഇൻഫ്രയിൽ കുറേ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഇവരെ കൊണ്ട് കുറേ പിന്നെ പ്രയാസങ്ങളുണ്ടാകും, ചലഞ്ചസുകളുണ്ടാകും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രൊഡക്റ്റീവ് അല്ല എന്നുള്ളൊരു തോന്നലുകളുണ്ടാകും. അങ്ങനെ കുറേ ഒരു സാധനങ്ങളുണ്ട്. ഇങ്ങനെ കുറേ മനോഭാവങ്ങൾ ഇതുകൊണ്ട് തന്നെ എന്താ പറയുക, ഡിസേബിൾഡ് ആയ വ്യക്തികൾ ചിലപ്പം അപേക്ഷിക്കുകയും ചെയ്യില്ല. ഇങ്ങനെ റിസർവേഷൻ ഉണ്ടായിട്ട് പോലും അപേക്ഷിക്കില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇന്ത്യയിൽ 4% എന്താ പറയുക റിസർവേഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ആകെ 1.9 മാത്രമേ ഉള്ളൂ ഡിസേബിൾഡ് ആയ വ്യക്തികൾ തൊഴിൽ മേഖലയിലുള്ളൂ. 36% ടോട്ടലി ഡിസേബിൾഡ് ആയ വ്യക്തികൾ തൊഴിൽ മേഖലയിലുള്ളത്. പക്ഷെ അത് ഭീകരമായ അവസ്ഥയാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, അതായത് ഒരു ഡിസേബിൾഡ് ആയുള്ള വ്യക്തിയുള്ള ഒരു ഫാമിലിയിൽ അല്ലെങ്കിൽ കുടുംബത്തിൽ അതിൽ അവർക്കുണ്ടാകുന്ന ഒരുപാട് സാമ്പത്തികപരമായിട്ടുള്ള ഒരുപാട് ബാധ്യതകൾ, ചിലവുകളുണ്ട് സാധനം. ചികിത്സകൾ മുറകൂടാതെ കൊടുക്കണം. ഇപ്പോൾ തെറാപ്പി ആവശ്യമുള്ള മനുഷ്യന്മാരുണ്ടാകാം. അതുപോലെ തന്നെ പലതരത്തിൽ ഇപ്പോൾ ഏണിംഗ് മെമ്പേഴ്സ് കൂടി ആവണമല്ലോ. അല്ലാതെ അവർ എല്ലായ്പ്പോഴും ആരെങ്കിലും നോക്കേണ്ട ആളുകൾ മാത്രമല്ല, അവർ തന്നെ ഒരു ഏണിംഗ് മെമ്പറായി മാറേണ്ടതുണ്ട് സാർ. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ചിന്തിക്കുന്ന ഒരു എന്താ പറയുക തലത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളൊരു സാധനമാണ്. മനുഷ്യൻ്റെ എന്താ പറയുക കഴിവിനെ, അതിൻ്റെ ഒരു ശേഷിയെ, പ്രത്യേകിച്ച് എന്താ പറയുക അവരുടെ ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എന്താ പറയുക നമ്മൾ കൊണ്ടുവരുന്ന തരത്തിലേക്കുള്ള ഒരു ഇടപെടലുകൾ, ഒരു ബോധപൂർവമായിട്ടുള്ള ഒരു ഇടപെടൽ നമ്മളുണ്ടായില്ല. നമ്മളിപ്പോഴും ആ ഒരു എന്താ പറയുക കൊടുക്കുക അല്ലെങ്കിൽ സ്വീകരിക്കേണ്ട ആളുകൾ ആരോഗ്യ, ഞാൻ പറഞ്ഞത് ഇതിൻ്റെ അപ്പുറത്ത് മറ്റൊന്നും ഇല്ല എന്നല്ല പറഞ്ഞത്. പക്ഷെ അതിനേക്കാളും അപ്പുറമാണ് ഈ ഒരു അവസ്ഥ എന്നുള്ളത് കൊണ്ടാണ് ഇതിനെ കുറച്ചും കൂടി ഊന്നൽ നൽകുന്നത്. ഒരു പക്ഷേ എന്താ പറയുക ഇന്ത്യക്ക് പുറത്തോ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തൊക്കെ ചില സംസ്ഥാനങ്ങളൊക്കെ എന്താ പറയുക അതിനൊക്കെ കുറച്ചും കൂടി മാന്യമായ രീതിയിൽ അഡ്രസ്സ് ചെയ്യുകയൊക്കെ ചെയ്യും. തമിഴ്നാടൊക്കെ അതിനൊക്കെ ഒരു ബെസ്റ്റ് ഉദാഹരണങ്ങളൊക്കെ ആയിട്ട് പറയാനൊക്കെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. ഈവൻ കേരളത്തിൽ എന്താ പറയുക ഒരു പക്ഷേ എന്താ പറയുക നല്ല ഒരു സോഷ്യൽ വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു പക്ഷേ നല്ല സോഷ്യൽ ക്യാപിറ്റലായിട്ടുള്ള മനുഷ്യന്മാരൊക്കെ ഉള്ളൊരു സമൂഹം തന്നെയാണ്. അല്ലെങ്കിൽ നല്ലൊരു വളണ്ടറി സിസ്റ്റം ഒക്കെ ഉണ്ട്. അതായത് മനുഷ്യൻ്റെ വേദനകൾ കൃത്യമായിട്ട് അറിയുന്ന ഒരു സൊസൈറ്റി ഒക്കെ തന്നെയാണ് കേരളീയ സമൂഹം എന്നൊക്കെ പറയുന്നത്. മനുഷ്യൻ്റെ പെയിന് ശരീരവുമായി ബന്ധപ്പെട്ട്. പക്ഷെ ആ പെയിനിനെ അഡ്രസ്സ് ചെയ്യുന്നതിൻ്റെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളെന്നോ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനപ്പുറത്ത് ഒരു മനുഷ്യൻ എന്താ പറയുക ഒരു സ്വയം പര്യാപ്തതയിലേക്ക് മനുഷ്യനെ എത്തിക്കുവാനുള്ള എല്ലാ സാധ്യതകളും നിയമത്തിൻ്റെ ഭാഗത്തുനിന്നും നമ്മുടെ സിസ്റ്റം ഭാഗത്തൊക്കെ ഉണ്ടായിട്ട് പോലും
വൈ എന്തുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് പുറകോട്ട് പോകുന്നു, അല്ലെങ്കിൽ അതിനോട് നമ്മൾ നിസ്സംഗ മനോഭാവം എന്തുകൊണ്ട് കാണിക്കുന്നുള്ളത് തന്നെയാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു സാധനം. ഇപ്പോൾ ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഡിസേബിൾഡ് ആയിട്ടുള്ള എനിക്ക് തോന്നുന്നത് കാഴ്ച പരിമിതിയുള്ള ആളുകൾക്ക് പറ്റില്ല എന്നുള്ളൊരു സാധനമല്ലേ, അത് ഭയങ്കര സാധനം തന്നെയല്ലേ, പക്ഷെ അതൊരു ചർച്ച പോലും ആയിട്ടില്ല എന്നുള്ളൊരു ഒരു ഭയങ്കര പ്രശ്നമാണ് എനിക്ക് തോന്നുന്നു. അതെ അതെ, അവർക്ക് മത്സരിക്കാൻ പറ്റില്ല. നിങ്ങൾ ആലോചിക്കൂ, പൗരനാണല്ലോ, ആധുനിക കരുതപ്പെടുന്ന ലോകത്തിൽ പൗരത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വോട്ടിൽ മാത്രമല്ലല്ലോ. അതെ അതെ അതെ, അത് തെരഞ്ഞെടുക്കപ്പെടുക എന്നുള്ളതും പ്രധാനമാണ്. അതെ. ഈ ഇതിൽ വേറൊരു ഇപ്പോൾ ഈ ഡിസബിലിറ്റിയെ കുറിച്ചുള്ള ധാരാളം ചർച്ചകളൊന്നും ഇപ്പം ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ കേട്ടിട്ടില്ല. മാധ്യമപ്രവർത്തനമായിരിക്കുന്ന സമയത്തും പ്രിന്റിൽ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് അങ്ങനെ അധികം കേട്ടിട്ടില്ല. ഒരു ഡിസബിലിറ്റി സ്റ്റഡീസ് എന്ന് പറയുന്ന രീതിയിൽ, പക്ഷെ ഇപ്പം ഈ അടുത്ത കാലത്തായിട്ട് കാണുന്നത് അതിൻ്റെ ഒരു എങ്ങനെയാണ്, ഇന്ത്യയിൽ എങ്ങനെയാണ് അത് നടക്കുന്നത്, ആഗോളതലത്തിലൊക്കെ എങ്ങനെയാണ് അതിൻ്റെ ഒരു സാഹചര്യം? ഈ ഒരു പക്ഷേ 70-കൾക്ക് ശേഷമായിരിക്കും എനിക്ക് തോന്നുന്നത് ഒരു സബാൾട്ടൻ പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഒരു കീഴാള പഠനങ്ങളെ കുറിച്ചിട്ട്, ദളിത് സ്ത്രീകളെ കുറിച്ചിട്ടൊക്കെ കൂടുതൽ എന്താ പറയുക പഠനങ്ങൾ, അന്വേഷണങ്ങളൊക്കെ കൂടുതൽ ഉണ്ടായിട്ടുള്ളതാണ് എൻ്റെ ഒരു അറിവ്. തെറ്റാണെങ്കിൽ തിരുത്തണേ. പക്ഷെ എനിക്ക് തോന്നുന്നു അതിൻ്റെയൊക്കെ ഒരു തുടർച്ച എന്നുള്ളതായിരിക്കും ഒരു 80-കൾക്ക് ശേഷമാണ് ഡിസബിലിറ്റി സ്റ്റഡീസ് എന്നുള്ളൊരു സംഗതി കുറച്ചും കൂടി എന്താണ് ഊന്നൽ നൽകിക്കൊണ്ടുള്ള പഠനങ്ങളും അന്വേഷണങ്ങളും കൂടുതൽ UK അതിൻ്റെ ഒരു ആരംഭമൊക്കെ ഉണ്ടായിട്ടുള്ള സംഗതി. ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ, അതായത് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലൊക്കെ എന്താ പറയുക, ഒരു 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 യൂണിവേഴ്സിറ്റി തലങ്ങളിൽ അത്തരത്തിലുള്ള സ്റ്റഡീസുകളും പഠനങ്ങളൊക്കെ കൊണ്ടുവന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ കൂടുതൽ. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ മുമ്പിൽ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ്, അവിടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എന്താണ് ഡിസബിലിറ്റി സ്റ്റഡീസ് തന്നെ പറഞ്ഞ പോലെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, ഒരു സോഷ്യൽ വർക്കിലെ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന സാധനമുണ്ട്. പിന്നെ ഇന്ത്യയിൽ തന്നെ ഇഷ്ടംപോലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സാധനമില്ല. അതൊക്കെ ഒരു പ്രൊഫഷണൽ കോഴ്സസുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. റീഹാബിലിറ്റേഷൻ പ്രൊഫഷൻസിനെ ഡെവലപ്പ് ചെയ്യാന്നുള്ളൊരു സംഗതികളൊക്കെ തന്നെയാണ്. പക്ഷേ പിന്നെ ഒരു 90-കൾക്ക് ശേഷം എന്തായിട്ടുണ്ട്, ഇതിൻ്റെയൊക്കെ ഒരു ചർച്ചകളും അന്വേഷണങ്ങളൊക്കെ കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്താണ് മെച്ചപ്പെട്ട രീതിയിൽ എന്താണ് ഡിസബിലിറ്റി കമ്മ്യൂണിറ്റിയെ ഒരു സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിലേക്ക് കൂടുതൽ എഴുത്തും അന്വേഷണങ്ങളും ഇടപെടലൊക്കെ ആയിട്ട് കൂടുതൽ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ഏറ്റവും ഒടുവിലായിട്ട് ഞാൻ ശബരിയൊക്കെ അറ്റൻഡ് ചെയ്തൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, കേരള യൂണിവേഴ്സിറ്റിയിൽ മലയാളം സർവകലാശാല ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ചർച്ച തന്നെയായിരുന്നു ഡിസബിലിറ്റി, ശരീരം, പ്രതിനിധാനം, സംസ്കാരം എന്നുള്ളൊരു സാധനം. ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ട്. പലപ്പോഴും ഡിസബിലിറ്റിയെ ചർച്ച ചെയ്യപ്പെടുന്ന സമയത്ത് അതൊരു ആരോഗ്യ പ്രശ്നമായിട്ടോ അതെങ്കിലും അങ്ങനത്തെ ഹെൽത്ത് ഒരു ഡൊമൈനിൽ മാത്രമായിട്ട് ചർച്ച ചെയ്യുകയോ അന്വേഷിക്കുകയോ ചെയ്യുന്നൊരു തരത്തിലേക്ക് അതിനെ തീർക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ മാറിയിട്ട് എന്തായിട്ടുണ്ട്, വ്യത്യസ്ത ഡിസിപ്ലിനുകൾ, വ്യത്യസ്ത എന്താ പറയുക ധാരകളിലെ ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ എന്താണ് ഇതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങളും പഠനങ്ങളൊക്കെ കൂടുതൽ നടന്ന് വന്നിട്ടുണ്ട്. ഒരു ഇന്റർ ഡിസിപ്ലിനറി ആയിട്ട് തന്നെ ഇപ്പോൾ ഡിസബിലിറ്റിയെ പലപ്പോഴും കാണുന്നുണ്ട്. ഗവേഷണങ്ങളൊക്കെ ധാരാളം വന്നിട്ട് ഇപ്പോൾ ഡിസബിലിറ്റി ആൻഡ് ഡിസാസ്റ്റർ ഏരിയയിൽ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഡിസബിലിറ്റി ആൻഡ് ഇൻ്റർസെക്ഷനാലിറ്റി വലിയൊരു പഠനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഡിസബിലിറ്റി ആൻഡ് സെക്ഷുവാലിറ്റി ഇപ്പോൾ വലിയൊരു പഠനം നടക്കുന്നുണ്ട്. അപ്പോൾ ലോകത്തിൽ പലതരത്തിലുള്ള പഠനങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു അതിൻ്റെയൊക്കെ എന്താ പറയുക ഏറ്റവും മഹത്തരമായിട്ടുള്ളൊരു സംഗതികളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു മാത്രമാണ്. ആ ഒരു ഒരു പുതിയ പഠനങ്ങൾ അന്വേഷണങ്ങളൊക്കെ അതിൻ്റെയൊക്കെ പ്രതിധ്വനികളൊക്കെ എന്താണ് ആയി വരുന്നേ ഉള്ളൂ ഒരു സാധനം. അവിടെ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അതുപോലും നമുക്ക് സ്വീകരിക്കുവാനോ അല്ലെങ്കിൽ ആ ഒരു എൻഗേജ്മെൻറ്റിൽ നമുക്ക് ഭാഗമാക്കാനോ കഴിയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മനോഭാവം തന്നെയാണെന്നുള്ളത്. ഈ ഡിസബിലിറ്റി മാത്രമല്ല, ഇപ്പോൾ ഇന്ത്യയിലെ ഏതൊരു മനുഷ്യൻ ജനിച്ചു വീഴുന്നത് ഒരു ജാതിയിലോ അല്ലെങ്കിൽ ഒരു ന്യൂനപക്ഷക്കാരനായിട്ടോ അല്ല ഒരു മതത്തിലേക്കൊക്കെ ജനിച്ചു വീഴുന്നത്. അപ്പോൾ ഒരു സമുദായത്തിലേക്കാണ്, കുറച്ചുകൂടി വൃത്തിയായി പറഞ്ഞ ഒരു സമുദായത്തിലാണ് ജനിച്ചു വീഴുന്നത്. എല്ലാ സമുദായങ്ങളുടെയും അനുഭവങ്ങളൊന്നല്ല, എല്ലാ സമുദായങ്ങളും അനുഭവങ്ങളാണ് കടന്നു. ഇപ്പം നമ്മൾ ഒരു റൂട്ടുകൾ നടന്നു പോകുമ്പോൾ നമുക്കുണ്ടാവുന്ന വ്യത്യസ്ത സമുദായപ്പെട്ട ആളുകളുടെ അനുഭവം പോലും വ്യത്യസ്തമാണ്, നമുക്കറിയാം. അപ്പോൾ അതേപോലെ ഡിസബിലിറ്റി ഉള്ള ഒരു മനുഷ്യൻ ഏത് സമുദായത്തിനുള്ളിൽ അല്ലെങ്കിൽ ഏത് സോഷ്യൽ സിറ്റുവേഷനിലാണ് അയാൾ, ഏത് ലൊക്കേഷനിലാണ് അയാളൊരു സോഷ്യൽ ലൊക്കേഷൻ എന്താണ്, അതിനനുസരിച്ച് അയാളുടെ അനുഭവങ്ങളിൽ മാറ്റങ്ങളുണ്ടാകും. തീർച്ചയായിട്ടും. പിന്നെ എനിക്ക് തോന്നുന്നത് ഇടക്കാലത്ത് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായെന്ന് എനിക്ക് തോന്നുന്നത് ഡിസബിലിറ്റി ആൻഡ് ഇൻ്റർസെക്ഷനാലിറ്റി എന്നുള്ളൊരു സാധനം. ഒന്ന് ഡിസബിലിറ്റിയാണ് ആ വ്യക്തി, ഒന്നുകിൽ ശരീരത്തിനോ ബുദ്ധിക്കോ മനസ്സിനോ ഏതെങ്കിലും തരത്തിലുള്ള പരിമിതികളോ ബുദ്ധിമുട്ടുകളോ തീർച്ചയായിട്ടും അനുഭവിക്കുന്നുണ്ടാവും സാർ. അപ്പോൾ അതൊരു ഭാഗത്താകുന്നതോടൊപ്പം തന്നെ ഒന്നുകിൽ അതൊരു ഫീമെയിൽ ആകുന്ന സമയത്ത് അതിൻ്റെ ഒരു അവസ്ഥ കുറച്ചും കൂടി ഭീകരമായിരിക്കും. ഇനിയിപ്പോൾ ആ ഫീമെയിൽ തന്നെ എന്താണ് വ്യത്യസ്ത ബാക്ക്ഗ്രൗണ്ട്, സോഷ്യൽ ലൊക്കേഷൻ എന്നാണ്,
അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലത്തെ കമ്മ്യൂണിറ്റി എന്നാണെങ്കിൽ OBC അല്ലെങ്കിൽ SC/ST ആണെങ്കിൽ അതൊന്നും കൂടി എന്തായിരിക്കും അതിൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. അതായത് ഇത്തരം ആളുകൾക്കുള്ള ഒരു സോഷ്യൽ ഒരു മൊബിലിറ്റി എന്ന് പറയുന്നത് കുറച്ചും കൂടി എത്തിപ്പിടിക്കാൻ പറ്റാത്തൊരു സംഗതിയായിരിക്കും. അപ്പോൾ ശാരീരികമായിട്ട് എന്താണ് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തീരെ പങ്കാളിത്തം ഉണ്ടാവില്ല. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ഇൻ്റർസെക്ഷനാലിറ്റിയൊക്കെയാണ് ഇവർ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട് അല്ലേ. ജാതീയപരമായിട്ടും അതുപോലെ തന്നെ സോഷ്യൽ ക്ലാസ്സുമായിട്ടും ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് സംഗതികളൊക്കെ അവരുടെ സോഷ്യലൊക്കെ. ഇപ്പോൾ ഒരു തീരദേശത്തുള്ളൊരു ഡിസേബിൾഡ് വ്യക്തിയും ഒരു കോഴിക്കോട് ഒരു അർബൺ എന്താ പറയുക അത്യാവശ്യം എന്താ പറയുക അർബൻ സെറ്റിൽ താമസിക്കുന്ന ഒരു ഡിസേബിൾഡ് എൻ്റയർലി ഡിഫറെൻ്റ് ഉണ്ട്. നമുക്കത് വായിച്ചെടുക്കാൻ പറ്റും. അത് എങ്ങനെയാണ് അത് നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ കഴിയുക, ഏത് രീതിയിൽ അഡ്രസ്സ് ചെയ്യും നമ്മൾ അതിനല്ലേ? അതിലൊരു പോളിസി എന്നുള്ള രീതിയിൽ അഡ്രസ്സ് ചെയ്യാൻ കഴിയുമോ? എനിക്ക് ഡിസബിലിറ്റി എന്താ പറയുക മനസ്സിലാക്കുന്നതിലായിരിക്കും ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് അതിന് ആദ്യം നമ്മൾ ഒരു ഊന്നൽ നൽകേണ്ടി വരിക. ഒരു കേവലം പ്രത്യക്ഷത്തിൽ എന്താ പറയുക ഒരു ഡിസബിലിറ്റി എന്നുള്ളത് മാത്രം കാണുക എന്നതിനപ്പുറത്ത് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ളതും അതിൻ്റെ ആഴെത്ര എന്താണെന്നുള്ളതും നമുക്ക് ആദ്യം തിരിച്ചറിയാമെന്നുള്ളത് തന്നെയായിരിക്കും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്നുള്ളത് ഇതിൻ്റെ ഒരു ഭീകരാവസ്ഥ എന്നുള്ള സാധനം. ഇതിൽ ഈ നമ്മളിപ്പോൾ ഈ പല സിനിമകളിലും നോക്കുന്ന സമയത്ത് ഒരു പ്രശ്നത്തിൻ്റെ രൂക്ഷത വിശദമാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ ആളുകളിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് രസിപ്പിക്കാനൊക്കെ രണ്ട് തരത്തിൽ ഞാൻ കണ്ടല്ലോ. ഒന്നെന്ന് വെച്ചാൽ ഡിസബിലിറ്റി ഒരു ഫണ്ടുണ്ടാക്കുന്ന കാര്യമായിട്ട് ആളുകൾ സർക്കസിലൊക്കെ ചെയ്യുന്ന ഒരു സാധനം അങ്ങനെ ചെയ്യാറുണ്ട്. മറ്റൊന്ന് എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ക്രൂരതയുടെ ഏറ്റവും അറ്റമായിട്ട് തമിഴിൽ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അങ്ങനെ അതായത് ഡിസബിലിറ്റി ഉള്ള ആളാണ് ഭയങ്കര വലിയ കൊലപാതകങ്ങളൊക്കെ നടത്തുന്നത്. അങ്ങനെ ക്രൂരതയെ അതിൻ്റെ ഏറ്റവും അറ്റത്തേക്ക് എത്താനായിട്ട് അങ്ങനെ വില്ലനായിട്ട് അങ്ങനത്തെ നിരീക്ഷണങ്ങൾ എങ്ങനെയാണ് ഈ സിനിമകളൊക്കെ എങ്ങനെയാണ് ഡിസബിലിറ്റിയെ കൈകാര്യം ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നത് ഇങ്ങനത്തെ ഒരു തീരുമാനം ഉണ്ടാകുന്ന ഒരു സംഗതി വെച്ച് കഴിഞ്ഞാൽ ഇത്തരം സംഗതികളൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് ചോദിക്കപ്പെടുവാനോ അല്ലെങ്കിൽ ഇതിൻ്റെ ശരിതെറ്റുകളെ കുറിച്ചിട്ട് പറയുവാനോ ആളുകളില്ല എന്നുള്ളൊരു തോന്നലിൻ്റെ കൂടി ഒരു ഉള്ളിൽ നിന്ന് വരുന്നൊരു സാധനം കൂടിയായിരിക്കും. കാരണം ഓക്കെ അത്ര ഇപ്പോൾ നമ്മൾ ചാന്തുപൊട്ട് എന്ന് പറഞ്ഞൊരു സിനിമയില്ലേ, ചാന്തുപൊട്ട്. അപ്പോൾ ആ സമയത്ത് ട്രാൻസ്ജെൻഡേഴ്സ് കമ്മ്യൂണിറ്റി എന്നുള്ള സാധനം നമ്മുടെ സൊസൈറ്റിയിലൊക്കെ ഉണ്ട്. പക്ഷെ പൊളിറ്റിക്കലി അല്ലെങ്കിൽ അത്ര ഓർഗനൈസ്ഡ് അല്ലായിരുന്നു സാധനം. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക ഒരു എളുപ്പമുണ്ട്. അല്ലെങ്കിൽ അതിൽ എന്താ പറയുക അത്തരം ആളുകളെ അവിടെ പ്ലേസ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടില്ല. അത്തരത്തിലുള്ള എതിർപ്പുകളും പ്രതിഷേധങ്ങളും ഉണ്ടാവുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു എളുപ്പമാണ് എനിക്ക് തോന്നുന്നത് പലപ്പോഴും അവരിൽ വർക്കൗട്ട് ആയിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ആ ഒരു മനോഭാവത്തിൻ്റെ ഒരു സംഗതി തന്നെ ആയിരിക്കും എനിക്ക് തോന്നുന്നത്. അതേ അവസരത്തിൽ എന്താ പറയുക സാമൂഹികമായിട്ടോ സംഘടിക്കപ്പെടുന്ന ഒരു വിഭാഗമാണെങ്കിൽ തീർച്ചയായിട്ടും എന്താ പറയുക ഒന്ന് ആലോചിച്ചിട്ട് മാത്രമാണ് ഇനിയുള്ള കാലഘട്ടത്തിൽ എല്ലാ സിനിമകളിലും അത്തരത്തിൽ തിരിച്ചറിവോടുകൂടി ഏറെക്കുറെ തിരിച്ചറിവോടുകൂടി തന്നെ ആയിരിക്കും ആളുകളൊക്കെ അഡ്രസ്സ് ചെയ്യാൻ സാധിക്കും. സൂക്ഷ്മാർത്ഥത്തിൽ ചിലപ്പോൾ എന്താണ് പല തെറ്റുകളും കാര്യങ്ങളൊക്കെ ഡെഫിനറ്റ്ലി ഉണ്ടാവുന്നതിന്. അതേ അവസരത്തിൽ വളരെ എന്താ പറയുക വിസിബിളായിട്ടുള്ള തരത്തിലുള്ള ഒരു ഇടപെടലുകളൊക്കെ പലപ്പോഴും കുറഞ്ഞു വരുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ അടുത്ത കാലത്തായിട്ട്. എനിവേ ഏറ്റവും കൂടുതൽ ഡിസേബിലിറ്റി കമ്മ്യൂണിറ്റി അനുഭവിക്കുന്ന ഒരു ബാരിയേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ സംവേദനം ചെയ്യുന്ന മീഡിയകൾ കൂടെ തന്നെയാണ് വരുന്നത്. അതിപ്പം പോപ്പുലർ മീഡിയ ആയിട്ടുള്ള സിനിമയാകാം അല്ലെങ്കിൽ എഴുത്തുകളാകാം, ഇതിൽ തന്നെയാണ് കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ തന്നെ എന്താക്കണം മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ സ്വീകരിക്കപ്പെടുന്നത്. മനുഷ്യനേതും അധികവും ഒരു വിഷ്വൽ ലേണേഴ്സ് ആണല്ലോ അധികം. അപ്പോൾ ഇത്തരം ആളുകൾ ഈ കാഴ്ചയിലൂടെ കാണുന്ന സമയത്ത് തന്നെയാണ് ഇതിനെ റീഡിഫൈൻ ചെയ്യാൻ പറ്റുക, ഒന്നുകൂടി അൺലൈൻ ചെയ്യാനൊക്കെ പറ്റാവുന്ന ഒരു സാധ്യത. അപ്പോൾ അവർ തന്നെയാണ് ഇത് എന്താക്കേണ്ടത്, ഇത് തിരുത്തേണ്ടതെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സിനിമകളിലൂടെയും പുതിയ മീഡിയകളിലൂടെയൊക്കെ തന്നെയാണ് അത് തിരുത്തപ്പെടേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത്. ഈ ഡിസബിലിറ്റി ഉള്ള മനുഷ്യരോടുള്ള പൊതുസമൂഹത്തിൻ്റെ ഒരു സമീപനം എങ്ങനെയാണ് ശരിക്കും? അതായത് ഇപ്പോൾ ഞാനൊരു ഉദാഹരണം, എനിക്കറിയാവുന്നൊരു ഉദാഹരണം, സൗമ്യ കൊലപാതകം നടന്ന സമയത്ത് ഗോവിന്ദച്ചാമിയുടെ ഇഷ്യൂ വരുന്ന സമയത്ത് ഞാനന്ന് പത്രത്തിലുണ്ട്. അപ്പോൾ എൻ്റെ പത്രപ്രവർത്തനം എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ ഒരു റിപ്പോർട്ടാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ആ സമയത്ത് വികലാംഗ അസോസിയേഷൻ എന്നിട്ടാണ് ആ സംഘടനയുടെ പേര്, ഞാൻ ഓർക്കുന്നത്. ആ സംഘടനയിലുള്ള ആളുകൾ ഇദ്ദേഹത്തിനോട് പറഞ്ഞതാണ് സൗമ്യ കൊലക്കേസ് കഴിഞ്ഞതിന് ശേഷം ഏകദേശം 4 മാസത്തോളം മറ്റേ ഡിസേബിൾഡായുള്ള ആളുകൾ ട്രെയിൻ യാത്രകളിൽ ഒഴിവാക്കിയിരുന്നു. കാരണം വെച്ചാൽ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ നേരിട്ടിരുന്നു. അതൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോവുകയും ചെയ്തു. അപ്പോൾ പൊതുസമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്, പിന്നെ ഈ ഡിസേബിൾഡായുള്ള വ്യക്തി വളർത്തിക്കൊണ്ടുവരുന്നതിൽ ഇവർക്ക് പ്രയാസമുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് ഈ പൊതുസമൂഹം എങ്ങനെയാണ് ഇവർ കാണുന്നത്, അല്ലെങ്കിൽ കാണേണ്ടത് എങ്ങനെയാണ് അവർ കാണുന്നത്?
ഇപ്പോൾ പലപ്പോഴും ഡിസബിലിറ്റി സ്റ്റഡീസിലൊരു പഠനത്തിൽ കൂടുതലായിട്ട് പറയുന്നത് ഡിസേബിൾഡ് വ്യക്തികൾ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം ഒരു സോഷ്യൽ ബാരിയേഴ്സ് തന്നെയാണ്. ഇങ്ങനെയാണ് സൊസൈറ്റി അതിനെ സ്വീകരിക്കുന്നത്, പെർസീവ് ചെയ്യുന്നത്. ഒരു പെർസെപ്ഷൻ തന്നെയാണ് സാധനം. സ്റ്റിഗ്മ, മുദ്ര കുത്തപ്പെടുക എന്നുള്ളൊരു സാധനം പ്രധാനമായിട്ടുള്ളൊരു സാധനം, ടാബു ചെയ്യുക എന്നുള്ളൊരു സാധനം, ഈ തരത്തിലുള്ള മനോഭാവമാണ് എനിക്ക് തോന്നുന്നത് പൊതുസമൂഹത്തിൽ കൂടുതലായിട്ട് ഉണ്ടായിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ സങ്കീർണവും പ്രശ്നവും ആയിട്ടുള്ളൊരു സാധനം അത് തന്നെയാണ്. ഒരു മനുഷ്യനായിട്ട് അംഗീകരിക്കപ്പെടുക എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, അതിൻ്റെ എല്ലാ അന്തസ്സ്, അഭിമാനം, ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അംഗീകരിക്കപ്പെടുക എന്നുള്ളൊരു സാധനം തന്നെയാണ് വേണ്ടത്. അത് എനിക്കപ്പുറത്തുള്ള വേറെന്തോ എന്താ പറയുക വ്യത്യസ്തമുള്ളൊരു മനുഷ്യനാണെന്നുള്ളൊരു തോന്നലുകളാണ് പലപ്പോഴും ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചൊക്കെ വെച്ചാൽ ഇപ്പോൾ എൻ്റെ ചില ഡിസേബിൾഡ് ആയിട്ടുള്ള സുഹൃത്തുക്കളൊക്കെ പറയുന്ന സാധനം, അപ്പോൾ അവരൊക്കെ പോകുന്ന ചില സദസ്സിലൊക്കെ എന്താ സെലിബ്രിറ്റി വന്നതിൻ്റെ തൊട്ട് ആളുകൾ വല്ലാണ്ട് അതിനെ എക്സ്പോസ് ചെയ്യുന്ന സാധനത്തിൽ ഫോട്ടോ എടുക്കലും മറ്റു സാധനങ്ങളൊക്കെ വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അവരത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു മനുഷ്യന് അത് ഇഷ്ടപ്പെടാത്ത കാലത്തോളം നമ്മളതിനെ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളായിട്ടാണ് എന്താക്കുന്നത് ആ സാധനം. അപ്പോൾ നമ്മൾ അവിടെ നടക്കുന്ന നമ്മളുടെ എന്താ പറയുക ഇംഗിതമാണ് അവിടെ നടക്കുന്നത്. നമുക്ക് എന്താ പറയുക ഞാൻ ഇത്തരം ആളുകളുടെയൊക്കെ ഉള്ള സൗഹൃദങ്ങളൊക്കെ ഉണ്ട്, പിന്നെ എൻ്റെ വലയങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണെന്നുള്ളതൊക്കെ കാണിക്കുക എന്നുള്ളൊരു സാധനമൊക്കെ തന്നെയാണ് അതിലൊരു തോന്നൽ. അപ്പോൾ മനോഭാവം മാറുക എന്നുള്ളൊരു സാധനം. അപ്പോൾ മനോഭാവം മാറിക്കഴിഞ്ഞാൽ എളുപ്പമാണ് ഇവരുടെ ഒരു സോഷ്യൽ എൻഗേജ്മെൻറ്റ് എന്നുള്ളൊരു സാധനം, തൊഴിലിലേക്കുള്ള പ്രവേശനം എന്നുള്ളൊരു സാധനം, അതിന് സാമൂഹ്യപരമായിട്ടുള്ള ഉന്നതിയിലേക്ക് എത്തിപ്പെടുവാൻ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പണിയെടുക്കപ്പെടേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തിൻ്റെ നാനാതുറകളിൽ വ്യത്യസ്തപരമായിട്ടുള്ള ഇടപെടലുകൾ, എഡ്യൂക്കേറ്റ് ചെയ്യിക്കപ്പെടുക, ഡിസബിലിറ്റി ലിറ്ററസി നമ്മളുടെ കമ്മ്യൂണിറ്റി ലെവലിൽ കൃത്യമായിട്ട് ഇടപെടുക എന്നുള്ളൊരു സാധനം തന്നെയാണ് വേണ്ടത്. അത് കുടുംബം മുതൽ ചെയ്യേണ്ട ഒരു സാധനം തന്നെയായിരിക്കും. നമ്മൾ അവസാനിക്കുന്ന മുമ്പ് ഈ അവകാശങ്ങൾ നേരത്തെ ഒരു ക്ഷേമം നൽകേണ്ട ആളുകളായിട്ടുള്ള ഒരു രാഷ്ട്രീയത്തിൽ നിന്ന് ഒരു രാഷ്ട്രീയമായിട്ട് പോളിസി ഇതിൽ പോലും ഇടപെടാവുന്ന രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുക, ഡിസബിലിറ്റി ഒരു രാഷ്ട്രീയം എന്നൊക്കെ പറയാമെങ്കിൽ എന്താണ് നമുക്ക് എങ്ങനെ അത് അവതരിപ്പിക്കാം? അതായത് ഒരു നേരത്തെ ഒരു വെൽഫെയർ എന്നതിൽ നിന്ന് രാഷ്ട്രീയമായിട്ട് ഡിസബിലിറ്റി മനസ്സിലാക്കുമ്പോൾ അതെങ്ങനെയാണ് നമുക്ക് അതിനെക്കുറിച്ച്? എനിക്കിതിൻ്റെ അധികം ആഴത്തിൽ എനിക്ക് അറിയില്ല, എന്നാൽ പോലും എനിക്ക് പറയാൻ പറ്റുന്നതൊക്കെ ഞാൻ പറയാൻ ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ്. എനിക്ക് തോന്നുന്നത് ഈ ഡിസബിലിറ്റി വ്യക്തിയും അല്ലെങ്കിൽ സമൂഹവും എന്നുള്ളത് കൂടുതൽ രാഷ്ട്രീയവൽക്കരിക്കപ്പെടുക തന്നെയാണ് ഇതിൽ പ്രധാനമായിട്ട് ചെയ്യേണ്ടുന്നൊരു സാധനം. എങ്കിൽ മാത്രമാണ് എന്താ പറയുക ഡിസബിലിറ്റി വ്യക്തികൾക്ക് വേണ്ടിയിട്ട് ഇന്ത്യൻ നിയമപ്രകാരമുള്ള അവകാശങ്ങൾ അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള നമുക്ക് എല്ലാ മനുഷ്യന്മാർക്കുള്ള ഒരു അവകാശങ്ങൾ സംഗതികളൊക്കെ മുന്നോട്ടൊക്കെ വെച്ചിട്ടുണ്ട് സാർ. അത് മറ്റൊരാൾ ത്രൂയിലൂടെ അവകാശങ്ങൾ എന്താ പറയുക നിവർത്തിച്ച് കൊടുക്കുക എന്നുള്ളൊരു സാധനമല്ല, ഡയറക്റ്റ്ലി ആ മനുഷ്യന്മാർക്ക് അവകാശങ്ങൾ ലഭ്യമാകുക എന്നുള്ളൊരു സാധനം. അതാണല്ലോ നമ്മുടെ ഒരു നീതിയുടെ സങ്കല്പം എന്നൊക്കെ പറയുന്നത്. അപ്പം എല്ലാ മനുഷ്യന്മാർക്കും ഈ ഭൂമിയിലുള്ള വിഭവങ്ങൾ, ഇവിടെയുള്ള എല്ലാ സംഗതികളും ആസ്വദിക്കാനും അനുഭവിക്കാനൊക്കെ കഴിയുന്ന തരത്തിലുള്ള ഒരു ഇടം ഉണ്ടാകുക എന്നുള്ളൊരു സംഗതി തന്നെയാണ് വേണ്ടത് സാധനം. അപ്പം ഈ കൂടുതൽ പൊളിറ്റിസൈസ് ചെയ്യുന്ന സമയത്ത്, രാഷ്ട്രീയവൽക്കരിക്കുന്ന സമയത്താണ് ഒരു ഉൾച്ചേരുന്ന ഒരു സമൂഹം നമുക്ക് ഉണ്ടായിത്തീരുള്ളൂ. ഇപ്പോൾ ഒരു UN ഒക്കെ മുന്നോട്ട് വെക്കുന്ന സാധനം വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യന് പോലും എന്താ പറയുക പിന്നോട്ട് പോകാൻ പാടില്ല എന്നുള്ളതാണ് ലോകത്തിലൊരു അജണ്ട എന്നൊക്കെ പറയും. അപ്പോൾ ഒരു മനുഷ്യന് പിന്നോട്ട് പോകാതിരിക്കുവാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു അജണ്ട എന്ന് പറയുന്നത് അവർ പരമാവധി പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു സാധനമാണ്. അത് രാഷ്ട്രീയത്തിലാണ്, അതിൻ്റെ സാമൂഹ്യപരമായിട്ടുള്ള എല്ലാ പൊതു മേഖലകളിൽ എന്താ പറയുക പങ്കാളിത്തങ്ങൾ ഉറപ്പുവരുത്തുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ട് മുന്നോട്ട് വെക്കേണ്ടത്. അവിടെയാണ് എന്താ പറയുക ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു ചേഞ്ച്, ഒരു സോഷ്യൽ ചേഞ്ച് നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടായിത്തീരുള്ള ഒരു സാധനം. നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയത്തിൽ പോലും ഒരു ഡിസബിലിറ്റി ഉള്ള ആളില്ലെന്ന് തോന്നുന്നു. ഇല്ല. എനിക്കൊന്ന് കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലൊക്കെ 1-2 ആൾക്ക് സൈമൺ ബ്രിട്ടൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു സാധനം തന്നെയാണ്. അക്വയർഡ് ഡിസബിലിറ്റി അതെ വളരെ കുറവാണ് മേഖലയിൽ. സായിബാബ ഉണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരുപക്ഷെ വേറൊരു മേഖലയാണെന്നുള്ളൊരു സാധനം. വളരെ കുറച്ച് ആളുകളാണ്. എന്നാൽ പോലും അവർ അനുഭവിക്കുന്ന കുറെ റെസ്ട്രിക്ഷൻസുകളുണ്ട്. അവരുദ്ദേശിക്കുന്ന ഒരു ആശയ പ്രപഞ്ചത്തിലേക്ക് അല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്ന ഒരു ആഗ്രഹത്തിലേക്ക് എത്തിപ്പെടുക്കാൻ അവർക്ക് വല്ലാണ്ട് ബുദ്ധിമുട്ടുകയും ചെയ്യുന്നുണ്ട്. ഈ മനുഷ്യന്മാർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ആരോഗ്യപരമായ കാര്യങ്ങളിൽ അവരുടെ ബേസിക് ആയിട്ടുള്ള നീഡുകൾ അഡ്രസ്സ് ചെയ്യുന്നതിലൊക്കെ അവർക്ക് പലപ്പോഴും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ ഡിസബിലിറ്റി ദിനത്തിൽ ഡിസബിലിറ്റി ഒരു രാഷ്ട്രീയം
എന്താണ് അതിൻ്റെ രാഷ്ട്രീയം എന്നുള്ളതിനെ കുറിച്ചാണ് എനിക്ക് തോന്നുന്നു അല്ലേ നമ്മൾ സംസാരിച്ചത്. വളരെ സന്തോഷം. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഇത്തരം എന്താ പറയുക വിഷയങ്ങൾ കൂടുതൽ സമൂഹത്തിൽ കൂടുതൽ ചർച്ച ചെയ്യേണ്ടതുണ്ട് വ്യത്യസ്ത തുറകളിൽ. ഒരു ആരോഗ്യ മേഖല അല്ലെങ്കിൽ ഒരു ശരീരത്തിൻ്റെ മാത്രം പ്രശ്നമായിട്ട് അഡ്രസ്സ് ചെയ്യാതെ ഈ ഡിസബിലിറ്റി കമ്മ്യൂണിറ്റിയുടെ മൊത്തം ഇക്കോസിസ്റ്റത്തെ ചർച്ച ചെയ്യുന്ന തരത്തിലുള്ള പഠനങ്ങളും അന്വേഷണങ്ങളും ഇടപെടലുകളും നമ്മുടെ സമൂഹത്തിൽ ബോധപൂർവ്വം ഉണ്ടാവേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള എന്താ പറയുക ഒരു ഇടപെടലിൽ ഈ ഒരു മീഡിയ ശ്രമം നടത്തിയതിന് അതിയായ സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്.